പറയല്ല ഉലുവ, ശകല ഉലുവ ഇട്ടേക്കാം. ഹായ് ഗൈസ്, നമസ്കാരം. ഞാൻ ഷിബു കല്ലാർ, ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് മ്യൂസിക് ഡയറക്ടർ. ഇതെല്ലാം ഞാൻ കുറേ സാധനം തിരുമ്മിയായിരുന്നു. കുറച്ച് കപ്പ ഞാനുണ്ടല്ലോ. ഇതാ സുഹൃത്തുക്കളെ, ഇത് കണ്ടില്ലേ, ഇതാണ് ചെറിയ ചെറുതായിട്ടൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഒരുപാട് സ്പെഷ്യൽ സാധനമുണ്ട്. നമസ്കാരം, ഞാൻ ഷിബു കല്ലാർ, ഡബിംഗ് ആർട്ടിസ്റ്റ് ആൻഡ് മ്യൂസിക് ഡയറക്ടർ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വീഡിയോ, എല്ലാ വീഡിയോസും ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഇടാറുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്ര വലിയൊരു ഡിഷോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ കണ്ടിട്ടില്ലേ, പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഈ ചെമ്മീനും മാങ്ങായൊക്കെ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി തരും. ആ ചെമ്മീൻ ചിലടത്ത് കൊഞ്ചെന്ന് പറയും, നമുക്ക് കൊഞ്ചെന്ന് പറയും. അപ്പോൾ കൊഞ്ച്, നല്ല ഉണക്കക്കൊഞ്ച് മാങ്ങായും മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച് ഉള്ള ഒരു കറിയാണ് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്പെഷ്യലല്ല, പണ്ട് എന്താ പറയുക, കോട്ടയം ഭാഗത്തുള്ളവർക്കൊക്കെ അമ്മച്ചിമാർക്കൊക്കെ ഈ കറി വളരെ വളരെ എളുപ്പം അവരുണ്ടാക്കും. കാരണം വേഗം എന്നാണ് ഇതിൻ്റെ പരിപാടി. ഇപ്പം ഇതൊക്കെ വളരെ ചില സ്പെഷ്യൽ ഫങ്ഷനൊക്കെ കാണുള്ളൂ എന്ന് തോന്നുന്നു. അതിനവർ മോളി, ഫിഷ് മോളി ഇങ്ങനെയൊക്കെ പറയും. ഇത് നമുക്ക് അതൊന്നും വേണ്ട. തേങ്ങ അരച്ച നല്ല മുരിങ്ങയ്ക്കയും മാങ്ങയും ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കേരളക്കാർക്ക് മറക്കാനാവാത്ത കപ്പയും ഉണ്ട്. അപ്പം കപ്പയും കൊഞ്ച് കറി നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ചെമ്മീൻ കറി. ഗൈസ്, ഇത് കണ്ടോ, ഇത് ഞാൻ നല്ല കൊഞ്ചാണ്, ചെറിയ ചെമ്മീനാണ് കേട്ടോ, ചെറിയ ചെമ്മീനാണ്. നല്ല ഇത് അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവനെ ഒന്ന് റെഡിയാക്കാൻ. കാരണം കൊഞ്ച് എപ്പോഴും നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കണം. അതാണ് അതിൻ്റെ, പണ്ട് കണ്ടിട്ടില്ല ഇങ്ങനെ ചൂടാക്കി. ഇപ്പം എൻ്റെ അമ്മ ഈ കൊഞ്ച് ഇങ്ങനെ ഈ ചെമ്മീൻ മേടിച്ചിട്ട് ഇങ്ങനെ വറക്കും. ഇങ്ങനെ വറുത്തിട്ട് ഈ മുറത്തിലിട്ടിട്ട് ഇങ്ങനെ അതിനെ നല്ലതായിട്ട് തൂത്ത് ഇത് പേറ്റി അതിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് നല്ല കൊഞ്ച് മാത്രം ഇങ്ങനെ എടുക്കും. ഈ സമയത്ത് ഞാൻ പോയിട്ട് കൈയിട്ട് ഒന്ന് രണ്ട് എടുത്ത് തിന്നും. അപ്പം അമ്മ എന്നോട് പറയും, ഇതിങ്ങനെ കൊഞ്ച് വറുത്തത് ഇങ്ങനെ തിന്നാൻ പാടില്ല, ഇത് ഭ്രാന്തായി പോകുന്നൊക്കെ പറയും. അങ്ങനെ പേടിപ്പിക്കും. അപ്പം നമ്മൾ കഴിക്കത്തില്ല ഈ സാധനം. പിന്നീട് പ്രായമായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതെടുത്ത് തിന്നും. കാരണം കൊഞ്ചിന്ന് ഈ ചെമ്മീൻ മേടിച്ചോണ്ടിരുന്ന കവർ ചെറുതായിരിക്കും. അപ്പം അല്ലെ ഒരു പടി കണക്കായിരിക്കും ചിലപ്പോൾ തരുന്നത്. അപ്പം ഇതിവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാരി തിന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത്ര ആൾക്കാർക്കുള്ള കറി ഉണ്ടാക്കാൻ പറ്റത്തില്ല, അല്ല ചമ്മന്തി അരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയൊക്കെ എടുത്തൊരു നമ്പർ ആയിരിക്കാം ഈ ഭ്രാന്ത് വരും അല്ലെ പട്ട് വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ സംഭവം എന്തായാലും കൊള്ളാം. അതായത് നമ്മളെ വേദനിപ്പിക്കാത്ത രീതിയിലാണ്. അല്ല നമ്മളത് എടുക്കുമ്പോഴത്തേക്കും കൈ കിട്ടാണ്ട് അടി തരുമൊന്നുമല്ല. അതിങ്ങനെ കഴിക്കരുത് കേട്ടോ, എടുത്തു കഴിഞ്ഞാൽ പ്രാന്തായിട്ട് റോഡിൽ കൂടെ നടക്കേണ്ടി വരുന്നു. അപ്പം ഞാനും ഓർത്തു ഇത് സത്യമായിരിക്കും. അപ്പം അതെല്ലാം ഇപ്പം എന്താണെന്ന് പറയുക, ഇപ്പം അതൊന്നുമില്ല, പണ്ടത്തെ പിള്ളേരുടെ കഥകളാണ് ഞാനീ പറഞ്ഞത്. അപ്പം ഈ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നല്ല ഇത് മൂത്ത് വരുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലുണ്ട്, വല്ലാത്തൊരു മണമാണ് കേട്ടോ. ഇത് ഈ തേങ്ങ വെച്ചിട്ട് ചമ്മന്തി അരക്കും ചെമ്മീൻ, ഭയങ്കര രസമാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ കപ്പയുണ്ട്. കപ്പ പക്ഷേ കുറച്ചേ ഉള്ളൂ, ഒറ്റ കിഴങ്ങ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം കപ്പ ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. എന്തായാലും നമ്മുടെ കേരള വിഭവമല്ലേ, അപ്പോൾ അത് നമുക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചെറിയ കപ്പയും ഉണ്ട്. ഹലോ ഗൈസ്, ഇത് കണ്ടില്ലേ, ഞാനിവിടെ മുരിങ്ങയ്ക്ക നമ്മളുടെ കൊഞ്ച് കറിക്ക് വേണ്ടി, അല്ല ചെമ്മീൻ കറിക്ക്, തേങ്ങ അരച്ചുള്ള കറിക്ക് വേണ്ടി, ചെമ്മീൻ കറിക്ക് വേണ്ടിയുള്ള മുരിങ്ങയ്ക്ക ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ വലിയ മുരിങ്ങയ്ക്ക മാത്രം ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി മുരിങ്ങയ്ക്ക നമുക്ക് ഇത്രയും മുരിങ്ങയ്ക്ക മതിയെന്ന് തോന്നി. ഇവിടെ ഇനി ഒരു മുരിങ്ങ കൂടി ഇരിപ്പുണ്ട്, വേണേൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തിളച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പ് ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പ നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, കപ്പ തിളയ്ക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഉപ്പ് ചേർക്കാൻ പാടില്ലെന്ന്. ഇപ്പം ഇതുണ്ടോ, ഇച്ചിരി ഉപ്പ് ഞാൻ ചേർക്കുക, അധികം ഉപ്പ് വേണ്ട, ഇത്ര ഉപ്പ് മതി. വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. ഞാൻ ഉപ്പ് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ നമ്മുടെ കപ്പ റെഡിയാണ്. ഇതാ നല്ല ആവി പറക്കുന്നുണ്ട്, നല്ല അടിപൊളി കപ്പ. നല്ല ഇത് കണ്ടിട്ട് ഒരെണ്ണം എടുത്ത് തിന്നാൻ കൈയിട്ട് തന്നെ എടുക്കണം. കാരണം സൂപ്പർ. ഇപ്പോൾ മാങ്ങ, മുരിങ്ങ, കൊഞ്ച് എല്ലാം റെഡിയാണ്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് കിടക്കാൻ പോകുന്നു. ഇനി തേങ്ങ അതാ ഞാൻ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു.
ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെഷീൻ ഉള്ളതുകൊണ്ട് വലിയ സ്ട്രെയിൻ ഇല്ല. ഈ തേങ്ങയൊക്കെ പണ്ട് അമ്മയൊക്കെ തിരുമാൻ പറയുമ്പോൾ ഭയങ്കര മടിയാണ്. അപ്പം ഇപ്പം മെഷീൻ മേടിച്ച് വെച്ചതിൻ്റെ കാരണം അതാണ്. ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ സുഖിക്കായിട്ട് വരും. വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ മെഷീൻ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞാൻ തേങ്ങ തിരുമ്മി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നമ്മളുടെ തേങ്ങ അരച്ച മുരിങ്ങയ്ക്കായും മാങ്ങായും കൊഞ്ചും എല്ലാം കൂടെ വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിഭവത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കപ്പേ ഞാൻ എടുത്തോളൂ എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഞാൻ നല്ലതായിട്ട് കുറച്ചേ ഉള്ളൂ. അത് വേവിച്ച് നല്ല എടുത്ത് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ നമ്മുടെ കൊഞ്ചുകറി റെഡിയാകാനുണ്ട്. അപ്പോൾ കൊഞ്ചുകറി റെഡി ആയതിനു ശേഷം നമുക്ക് ഇവനെ എടുത്തിട്ടൊരു വീശ് അല്ലേ ഇരിക്കട്ടെ. എന്നാലും ഞാൻ അടച്ച് വെക്കാം. അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്തൊരു സ്പെഷ്യൽ ഇതിപ്പോൾ ഞാൻ കാന്താരിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ചുമന്നുള്ളി ചെറുതുണ്ട്, തേങ്ങയുണ്ട്, പിന്നെ ഇതിൻ്റെ നടുക്കിട്ടേക്കുന്നൊരു സാധനമുണ്ട്. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ടോ. നമ്മുടെ ഈ വറ്റൽമുളകുണ്ടല്ലോ, ഉണക്കമുളകിൻ്റെ അരിയാണത്. അത് മറ്റേ നമ്മൾ കാശ്മീരി മുളക് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ എരിവ് കുറയും കേട്ടോ. ഇത് കാശ്മീരി വറ്റൽമുളകിൻ്റെ അരിയാണ്. ഇതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ ഗൈസ് ഇത് കണ്ടോ, ഇത് അതിനുവേണ്ടിയുള്ള അരപ്പാണ് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാണ്. ഇതാണ് നമ്മളുടെ തേങ്ങ അരച്ചുള്ള കറിയുടെ ആദ്യത്തെ പടി. ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഈ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടി കണ്ടായിരുന്നു. സാധാരണ പണ്ട് അമ്മച്ചിമാരൊക്കെ ഈ എന്താ പറയുക, മുളയുടെ നാഴിയുണ്ട് പണ്ട്, ആ നാഴി ഇട്ടിട്ടാണ് ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ചെറിയൊരു കുപ്പി കൊണ്ടാണ് ചെയ്തത്, കണ്ടില്ലായിരുന്നു അത് എടുക്കുന്നത്. അപ്പോൾ എടുത്ത് കഴിയുമ്പോൾ ഇത്ര ക്ലീനായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇതുണ്ട്, ഇതിൻ്റെ തലയെല്ലാം അങ്ങ് മാറും. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുരിങ്ങയ്ക്ക, മാങ്ങ, കൊഞ്ച്, കറിവേപ്പില എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചു. ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ശകല ഉപ്പ്, ഇച്ചിരി ഉപ്പ്. ഞാൻ ഉപ്പ് സാധാരണ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പ് മാത്രമല്ല, കല്ലുപ്പ് എടുക്കുന്ന ആ കുപ്പിയിൽ കണ്ടില്ലേ നെല്ലിക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അതിനുവേണ്ടിയാണ് ഈ നെല്ലിക്ക ഇട്ടേക്കുന്നത്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച നെല്ലിക്കയാണ്, നല്ല നെല്ലിക്കയാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇത് വെന്ത് കിടക്കുന്ന മുരിങ്ങയ്ക്കയും മാങ്ങയും കൊഞ്ചിലേക്ക് നമ്മൾ പൊടിച്ചു കഴിഞ്ഞു. ചിലർക്ക് ഇത് കുറച്ചുകൂടെ നൈസായിട്ട് അരയ്ക്കുന്ന ഇഷ്ടമായിരിക്കും. എനിക്ക് നൈസായിട്ട് അരയ്ക്കുന്ന ഇഷ്ടമല്ല. ഇത് കുറച്ച് കരകരാന്ന് കടിക്കാനുണ്ടെന്ന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതൊന്ന് മിക്സ് ആയില്ല, അതിപ്പോൾ കളയണ്ടാകുന്നുണ്ട്. ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്നിട്ട് ചൂടാക്കി. എണ്ണ നല്ല ചൂടായി, നല്ല ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കടുക്, ഈ കടുകിനിടയ്ക്ക് ഉഴുന്നിൻ്റെ ചെറിയ പീസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല, എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു സംഭവം ഞങ്ങൾ എടുക്കുന്നത്, പക്ഷേ തമിഴ്നാട്ടിൽ ഒരു സ്റ്റൈലാണ്. അത് നല്ല വറ്റൽമുളക്, കടുക് താളിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാമല്ലോ. കടുക് പൊട്ടിക്കാന്ന് ചിലർ പറയും, നമ്മൾ താളിക്കാന്ന് പറയും, അങ്ങനെ പല ഭാഷകളിലൊക്കെ അറിയപ്പെടും. അത് കഴിഞ്ഞ് മൂത്ത് പോകാതെ പെട്ടെന്ന് അതിലേക്ക് കുറച്ച് ഉലുവ, ശകല ഉലുവ ഇട്ടേക്കാം. നമ്മൾ ഉലുവ ഇട്ടു. നമുക്ക് തീ ഓഫിലാണ് കേട്ടോ. ഇനി നമ്മൾ താളിച്ചാട് നമ്മുടെ മീൻ കറിയിലേക്ക് അല്ലെങ്കിൽ കൊഞ്ച് കറിയിലേക്ക് സംഭവം ഒഴിച്ച് നല്ല അടിപൊളിയാണ്. കണ്ടോ മകളെ, കണ്ടോ തിളയ്ക്കുന്ന കണ്ടോ. ഇനി പൊട്ടനെ തന്നെ നമ്മൾ ഈ സാധനം അങ്ങ് മൂടി വെക്കും. അപ്പം നമ്മുടെ ഗൈസ്, നമ്മുടെ കൊഞ്ച് തേങ്ങ അരച്ചുള്ള കറി ഓവർ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. അതാണ് ഒരു കിടിലം പരിപാടി. ഇപ്പോൾ എനിക്കൊന്ന് താറ് വാച്ച് ഇതിനകത്ത് ഇറങ്ങി തപ്പണം തോന്നുന്നു കൊഞ്ചെടുക്കാൻ.
ചെമ്മീൻ ചെമ്മീൻ ദേ ഒരു ചെമ്മീൻ കിട്ടി. ഈശ്വര, സ്വർഗം കിട്ടിയ അവസ്ഥയാണ്. കാരണം ചെമ്മീൻ കുറവായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. അവ നമ്മുടെ ചോറ്, കപ്പ, ചോറ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇനിയാണ് കലാപരിപാടി ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് സംഭവം ഒഴിച്ചു. ഇനി നമുക്ക് നോക്കാം. സംഭവം ഇപ്പം കണ്ടല്ലോ, എടുത്ത് പാത്രത്തിൽ ഒഴിച്ചു. അടിപൊളി സാധനമാണ്. പണ്ടാരണ്ട് വന്നാലും മുങ്ങി തപ്പണം. കൊഞ്ചാണ്. ഉണ്ട് സംഭവം ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഇതുണ്ടോ, ഈ കപ്പ മൊത്തത്തിലൊരു മഞ്ഞ സെറ്റപ്പാണ്. അതിന് കുഴപ്പമില്ല. അടിപൊളി. മുരിങ്ങക്കായും മാങ്ങയും കൊഞ്ചും ഇത്ര ടേസ്റ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ കപ്പയുടെ കൂടെ ഇത് ഭയങ്കര സംഭവം കേട്ടോ. ചുമ്മാ പറയല്ല, ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എരിവ് കുറവാണ്. എരിവ് കുറയ്ക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. നന്ദി, നമസ്കാരം.